നമസ്കാരം. പുനർക്കാഴ്ചകളിലും ആക്കമൊട്ടും കുറയാത്ത ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ചലച്ചിത്ര പ്രതിഭ ഷാഫി സാറിന്റെ ഓർമ്മയിലൂടെ ഉള്ള എപ്പിസോഡ് തുടരുന്നു. ഓർമ്മയിലെന്നും ഷാഫി. അദ്ദേഹത്തിന്റെ പ്രധാന ഹോബീസ് എന്താണ്? നമ്മളിപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയുടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ എന്തായിരിക്കും അദ്ദേഹമൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ ഇപ്പോൾ കൂടുകയാണെങ്കിൽ ഇടയ്ക്ക് ഷട്ടിൽ കളിക്കാൻ കൂടും, പിന്നെ അല്ലെങ്കിൽ സിനിമ കാണാൻ പോവും. സിനിമയല്ലാതെ മറ്റൊരു വിഷയം ഇല്ല സംസാരിക്കാനായിട്ട്. പിന്നെ പരസ്പരം കളിയാക്കുക, അവരവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കുക. ഈ കഥകൾ കുറിച്ച് ഏറ്റവും കഥ എന്റെ കേൾക്കണ ഷാഫി ആയിരിക്കും. കോമഡി കഥകൾ ആളെ വെച്ചുണ്ടാക്കിയിട്ട് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോബി. അതെ, ഉദയനെ കുറിച്ച് കഥ ഉണ്ടാക്കി എന്നെ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേ ഉദയൻ ചെയ്ത പരിപാടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കഥ, കോമഡി കഥ പറയും. ഞാൻ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഉദയനെ എല്ലാ സദസ്സിലും പറയും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഥകൾ ഉണ്ടാക്കുക, അത് ആരുടെങ്കിലും തലയിൽ വെച്ചിട്ടേ പറയുള്ളൂ. അല്ല, കഥ പറയാനും കേൾക്കാനും ഇഷ്ടമാണ്. എന്നെ ഒരു ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടിരിക്കുക. അപ്പോൾ ഏതോ ഒരു സ്റ്റേജിൽ ഞാനും ധർമ്മജനും കൂടെ പോയിട്ട് ഞാൻ ധർമ്മജനെ ഇതുപോലെ കഥ പറഞ്ഞ് ഒരറ്റത്തെത്തിച്ചത് കണ്ടിട്ട് എന്നോട് ആദ്യമായിട്ട് മിണ്ടുന്ന ഇടോ ഏതോ ഒരു സ്ഥലത്ത് താൻ പോയി മറ്റവനെ പ്രസംഗിച്ച് നശിപ്പിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. വളരെ നന്നായിരുന്നു, നല്ല രസമുണ്ടായിട്ട്. ഈ കഥ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന പരിപാടിയിൽ വലിയ രസം കണ്ടോണ്ടിരുന്ന ഒരാളാണ്. നർമ്മ എവിടെ കണ്ടാലും അത് വിടത്തില്ല, അത് പറയും. അവിടെ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതിലൊരു ഹ്യൂമർ ഉണ്ടായിരുന്നു, അത് നമുക്ക് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ഈ സിനിമ എല്ലാം വലിയ ഹിറ്റുകളാണ്. അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഹിറ്റാവലെന്ന് പറഞ്ഞാൽ വലിയ ഹിറ്റുകളാണ്. വളരെ അദ്ദേഹത്തിന്റെ ഒരു പെർസെൻറ്റേജ് നോക്കിയാൽ വളരെ കുറച്ച് സിനിമകളാണ് പരാജയപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. പരാജയം എന്ന് പറഞ്ഞാൽ മറ്റ് സിനിമകളിൽ ആവറേജ് ആയി പോയിട്ടുള്ളൂ, അങ്ങനെ ആയിട്ടില്ല. ആവറേജ് പരിപാടികളിലേ പോയിട്ടുള്ളൂ. അത് അദ്ദേഹത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നോ? അങ്ങനെ തോന്നുമായിരുന്നു അദ്ദേഹത്തിന്? ഒരു വിജയം കൊണ്ട് പുള്ളി ഇന്ന് വരെ ഒരു അഹങ്കാര വർത്താനം പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. അത് വിജയിച്ചു, അതിൻ്റെ കൂടെ പോണേ കണ്ടുള്ളൂ. ഓടിയില്ല എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ച് സങ്കടപ്പെടണം കണ്ടിട്ടില്ല. അത് 1-2 പടങ്ങളാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അടുത്തതിൽ അത് കൂടുതൽ ഹിറ്റ് ഉണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ആവേശം ഉണ്ടായിരുന്നു. ഒരെണ്ണം ആവറേജായി പോയാൽ അടുത്ത എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശിയോടെ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞത് ഹിറ്റാകാത്തത് കൊണ്ട് ഇത് ഹിറ്റ് അടിക്കണം നമുക്ക് എന്നുള്ളൊരു വാശി എപ്പോഴും ഉണ്ടാകാറുണ്ട്. 23 വർഷമായി ഞാനും ഷാഫിയായിട്ടുള്ള ബന്ധം, 2002 തൊട്ടുള്ള ബന്ധവും. ആ 23 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഷാഫി ഒന്നും മുഖം കറുത്ത ഒരാളോട് സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. അത് ലൊക്കേഷനിലായാലും ശരി, ജീവിതത്തിലായാലും ശരി. ദേഷ്യപ്പെടേണ്ട സന്ദർഭത്തിൽ പോലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് ആ സമയത്ത്. ഞങ്ങൾ തമ്മിൽ ഒരു തവണ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഗ്നല് ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ ആ സിഗ്നൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ നോർമൽ സ്പീഡിൽ തന്നെയാണ് ഷാഫിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പുറകിലുള്ള ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് ആദ്യം പോകാൻ വേണ്ടി ഷാഫിയുടെ കാറിൻ്റെ മിറർ തട്ടി തകർത്തിട്ട് അങ്ങോട്ട് പോവുകയും റെഡ് വീണ് അവനോട് നിർത്തി. ഷാഫി അങ്ങനെ തന്നെ അരിയത്തുകൊണ്ട് അതിൻ്റെ പുറകത്ത് അവൻ ഇറങ്ങി വന്നിട്ട് സോറി എന്ന് പറയും. അപ്പം അവൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള ഒരു പോക്കാണ്, അല്ലാണ്ട് അവന് പുറകെ വരേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് പോലും ഒരക്ഷരം അയാളോട് മിണ്ടാണ്ട് ഓക്കെ പൊയ്ക്കോ എന്ന് പറയും. അപ്പം എനിക്ക് ദേഷ്യം കയറി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ എന്ന് പറയും. എന്ത് പറയാനാണ് എന്ന് പറയും. ഈ ഒരു റിയാക്ഷനാണ്. എന്ത് ബോംബ് വീണെന്ന് പറഞ്ഞാലും ഷാഫി അവിടെ പ്രതികരിക്കില്ല. അത് വളരെ സൈലൻ്റായിട്ട് അത് കൈകാര്യം ചെയ്യും. ലൊക്കേഷനിലായാലും ശരി, വളരെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി അവിടെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ഈ മനുഷ്യന് ടെൻഷനില്ലേ? ചിലപ്പോൾ ആ മഴ പെയ്തിട്ട് അന്ന് ഷൂട്ട് നടക്കാതിരിക്കുമ്പോൾ അവിടെ വളഞ്ഞിരുന്നിട്ട് കോമഡി അടിച്ചിട്ട് ചിരിയും കളിയായിരിക്കുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? മഴ മാറാതെ പോകാൻ പറ്റുമോ? അപ്പോഴേക്കും തമാശയായിട്ട് പറയും, മഴ ചതിക്കോ, വേഗം നിൽക്കുമോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? ഷൂട്ട് തുടരണ്ടേ? അപ്പോൾ അങ്ങനെ എല്ലാം വളരെ ജീവിതത്തിലും നർമ്മം കാണുന്ന ആളാണ് ഷാഫി സാർ എന്ന അതുല്യ ചലച്ചിത്ര പ്രതിഭയുടെ ഓർമ്മകളുമായി വിനു മോഹൻ. ഷാഫിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളും, അത് ഏറ്റവും കൂടുതൽ ഓർമ്മകളും രസകരമായ ഓർമ്മകളാണ്. കാരണം ഞാൻ ഇക്കയോട് ഒരു സിനിമയാണ് ചെയ്തത്, ചട്ടമ്പി നാട്. ആ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ പല സിനിമകളിലും വെച്ചിട്ട് ഇത്രയും ഒരു സൗഹൃദം. കാരണം ഒരു ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും നേരത്തെ റൂമിലെത്തുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടി തമാശ പറയുകയും, അത് വന്നില്ലെങ്കിൽ ഷാഫിഖാനെ വിളിക്കും, നീ എവിടെയാടാ, നീ കയറി വാ എന്ന് പറയും. ആ തരത്തിലൊരു സൗഹൃദവും ഒരു ചേട്ടനെ പോലെയൊക്കെ ആയിരുന്നു ഇക്ക.
ശരിക്കും ആ ഒരു ഒറ്റ സിനിമയിൽ ഉള്ള ഒരു സൗഹൃദം എത്ര വർഷമായിട്ടും ആ ഒരു സൗഹൃദത്തിന് ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഷാഫിക്ക് എനിക്കിട്ട പേര് എന്നെ എപ്പോഴും കുരുവി കുരുവി എന്നാണ് വിളിക്കുക. അതെനിക്ക് ഭയങ്കര ഓർമ്മ. കാരണം അത് എന്തോ ഒരു വിഷയം ഫസ്റ്റ് ഷൂട്ടിൻ്റെ സമയത്ത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ലോഹി സാറിൻ്റെ സിനിമകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഇവൻ ലോഹി സാറിൻ്റെ കുരുവി കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഷാഫിക്ക് ഇപ്പോഴും ആ ഒരു ലാസ്റ്റ് സമയങ്ങളിൽ കാണുന്ന സമയത്ത് പോലും എന്നെ കണ്ട ആദ്യം എന്നെ കുരുവി കുരുവിക്കുട്ടി എന്നേ വിളിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അടുപ്പം കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ആ സിനിമ ചെയ്യുമ്പം അതിൽ ചട്ടമ്പിനാടിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ടേഴ്സുള്ള മമ്മൂക്കയുടെയൊക്കെ സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനായിരുന്നു. ദൈവമേ എങ്ങനെയായിരിക്കും എന്തായിരിക്കും. ഞാൻ ഷാഫിക്ക് എന്നോട് കഥ പറയുമ്പോൾ ബെന്നിച്ചേട്ടനും ഷാഫിക്കെ കൊണ്ടാണ് എന്നോട് കഥ പറയുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം എൻ്റെ പേടി ഇതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ ധൈര്യമായിട്ടിരി, ഒരു കുഴപ്പമില്ല, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയായിരുന്നു ആ സിനിമയുടെ എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടുകയും തമാശ പറയും, കഥകൾ പറയും ഒക്കെ ചെയ്യുന്ന, ഒരുമിച്ച് ഭക്ഷണം, ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അവിടെ തന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങും. എപ്പോഴും കാണുമ്പോൾ പറയും ഞാൻ മാത്രമേ നിങ്ങളുടെ ഫാമിലി സിനിമ ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അത് മമ്മൂക്കയും പറയാറുണ്ട്, ഇവൻ്റെ ഫാമിലി സിനിമയല്ലേ ഇത് എന്നെപ്പോഴും പറയാറുണ്ട്. അത് കാരണം ആ സിനിമയിൽ ചട്ടമ്പിനാട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അമ്മ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ അനിയൻ അഭിനയിച്ചിട്ടുണ്ട്, അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്, അതേപോലെ അമ്മാവൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ തരത്തിൽ ഫാമിലിയിലുള്ള എല്ലാവരും അഭിനയിച്ച ഒരു സിനിമയാണ് ചട്ടമ്പിനാട്. അത് ഇവൻ എൻ്റെ ഷൂട്ട് കാണാൻ വന്നതാണ് സത്യം പറഞ്ഞാൽ അനു ഒരു സമയത്ത്. അപ്പം അനുവിനെ കണ്ടപ്പം ഷാഫിക്ക് ഭയങ്കരമായിട്ട് മമ്മൂക്കയെ മമ്മൂക്ക പറഞ്ഞു ഷാഫി ഇവൻ എൻ്റെ ചെറുപ്പം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവനാകെ ഷോക്കായിരുന്നു. അങ്ങനെയാണ് അനു ആ സിനിമയിൽ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലൊരു ഫാമിലി സിനിമയായിരുന്നു. അപ്പം എപ്പോഴും ഒക്കെ എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ ഒരു ഫാമിലി സിനിമ ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ് ഞാനെന്ന്. ഒരു ഡയറക്ടർമാരോട് ഷോട്ട് പറയുന്നതല്ല അവർക്ക് ഏറ്റവും, വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ ഷോട്ടും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈഗോ അടിക്കുന്നത് ഡയറക്ടേഴ്സിന് അതാണ്. അതെ, ഡയറക്ടർ ബാക്കി സ്ക്രിപ്റ്റിൽ എന്താ അഭിപ്രായം പറയാം, പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഷോട്ട് പറയുന്നത് വലിയ വിഷമമാണ് എല്ലാ ഡയറക്ടർക്കും. പക്ഷേ ഷാഫിനെ സംബന്ധിച്ച് ഷാഫിനോട് നമ്മൾ പറഞ്ഞാണ് ഒരു റിയാക്ഷൻ കൂടി വേണ്ട, അല്ലെങ്കിൽ ഈ ആംഗിളിൽ നിന്ന് കൂടി ഷോട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ആംഗിൾ കൊടുക്കും, ഇപ്പുറത്തെ ആംഗിൾ കൊടുക്കും, 3-4 ആംഗിൾ എടുത്ത് വെച്ചിട്ട് പറയും എല്ലാം എടുത്ത് വെച്ചേക്കാം സേഫ്റ്റിക്ക്, നമുക്ക് എഡിറ്റിംഗ് ടേബിളിൽ അങ്ങനെ ഒരു ഈഗോ ഇല്ലായിരുന്നാലേ ഹ്യൂമർ പടങ്ങൾക്ക് ഈ കോൺട്രിബ്യൂഷനും ഇംപ്രവൈസേഷനും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതേ പറയാവുള്ളൂ എന്ന് പറയുന്ന പടങ്ങൾ ഡെവലപ്പ് ആവൂല. നടന്മാർക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അതാണ് ഞാൻ സലീമേട്ടനോട് വന്നപ്പോൾ ചോദിച്ചത്. അപ്പൊ സലീമേട്ടൻ പറഞ്ഞത് ഷാഫിക്കോട് ചോദിക്കണം, സലീമിനൊക്കെ പ്രൊവോക്ക് ചെയ്യും വന്നിട്ട് അവിടെ എന്തെങ്കിലും കൂടി പറ, അവിടെ എന്തെങ്കിലും കൂടി പറ, എന്തെങ്കിലും സാധനം. ഒരു മായാവില് ഞാൻ ഇങ്ങനെ ലാസ്റ്റ് പറയുന്നുണ്ട്, വെറുതെ കയ്യിൽ നിന്ന് വിട്ട് പറഞ്ഞാണ്. ഇപ്പൊ പേര് കിട്ടി വാബാല, ബാബാല. അപ്പൊ എഡിറ്റിംഗ് സമയത്ത് ഷാഫി എന്നെ വിളിച്ചു, സലീമേ അത് എത്തിയപ്പോഴേക്കും വാബാല എന്ന് പറയുമ്പോഴേക്കും ഫിലിം തീർത്തുപോയി. അത് കളയാൻ എനിക്ക് തോന്നണില്ല. അപ്പൊ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല എന്നിരുന്നു. ആ ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം, അടുത്ത ഷോട്ടിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷോട്ട് കഴിഞ്ഞപ്പോ ഫിലിം തീർന്ന് അടുത്ത ഷോട്ടിന്റെ സ്റ്റാർട്ടിങ്ങില് ഇപ്പൊ പേര് കിട്ടി വാബാല ഇത്രയും സാധനം അത് കഴിഞ്ഞിട്ടായിരുന്നു.